പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനയുടെ 5th ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ ഇന്ത്യൻ എയർഫോഴ്സ് എങ്ങനെ നേരിടും? 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യുമോ എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ഉയർന്നു വരാറുള്ളതാണ്. AMCA അല്ലാതെ മറ്റൊരു 5th ജനറേഷൻ ഫൈറ്റർ ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത്. AMCA 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവയിൽ 6th ജനറേഷൻ ടെക്നോളജിയും ഉണ്ടാകും. 5.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് AMCA എന്ന് DRDO അവകാശപ്പെടുന്നു. അതായത് 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളേക്കാൾ അഡ്വാൻസ്ഡും എന്നാൽ 6th ജനറേഷൻ എന്ന ലെവലിലേക്ക് പൂർണ്ണമായും എത്തിത്തുടങ്ങാത്തതുമായ ഒരു പ്ലാറ്റ്ഫോമാണ് AMCA. പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ഒന്നായിരിക്കും AMCA. എന്നാൽ AMCA ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകുവാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും. ഇന്ത്യയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു മേഖലയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ രാജ്യം എത്രത്തോളം വലിയ ഭീഷണികളാണ് നേരിടുന്നത് എന്ന് പലർക്കും അറിയുകയില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ, ശ്രീലങ്ക എന്നിങ്ങനെയുള്ള ഒട്ടുമിക്ക അയൽ രാജ്യങ്ങളും തീർത്തും അസ്ഥിരമായിരിക്കുകയാണ്. പാകിസ്ഥാനും ചൈനയും ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യക്ക് വലിയ ഭീഷണിയാകുന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നത് വളരെ വലിയ ഒരു ആവശ്യമാണ്. എന്നാൽ ഇന്ത്യൻ എയർഫോഴ്സ് ആകട്ടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു നിലയിലാണ്. വളരെ വർഷങ്ങളായിട്ടുള്ള ഉദാസീനതയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നിലവിൽ നമുക്ക് എങ്ങനെ നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കാം എന്നതാണ് ആലോചിക്കേണ്ടത്. ഒരു 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എത്രയും പെട്ടെന്ന് അക്യൂർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചേക്കും. ഇന്ത്യൻ എയർഫോഴ്സ് തീർച്ചയായും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കോൺഫറൻസിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇന്ത്യൻ എയർഫോഴ്സ് നിലവിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇന്ത്യക്ക് മുമ്പിലുള്ളതെന്നും നിലവിലെ ടെക്നോളജിയും 5th ജനറേഷൻ ടെക്നോളജിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് വേണ്ടിയും ഇന്ത്യൻ എയർഫോഴ്സ് പഠനങ്ങൾ നടത്തുകയാണ്. AMCA വരുന്നതിന് മുൻപ് തന്നെ എതിരാളികളുടെ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളെ നേരിടുവാൻ ഇന്ത്യൻ എയർഫോഴ്സ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എന്ത് പദ്ധതിയാണെന്നോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അദ്ദേഹം വ്യക്തമാക്കിയില്ല. 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഇറക്കുമതി ചെയ്യുന്നതിനെ പറ്റിയും ഇന്ത്യൻ എയർഫോഴ്സ് പഠിക്കുന്നുണ്ട്. സുഖോയ് 57, F-35 എന്നിവ ഇന്ത്യക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് ആണ്. എന്നാൽ ഇവ ഡിസ്കഷൻ സ്റ്റേജിൽ മാത്രമാണ്. ഇതിനു മുൻപ് സുഖോയ് 57-മായും F-35-മായും ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകൾ ശരിയാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ഇവ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാകണം. ഇതിനെക്കുറിച്ചും അദ്ദേഹം കൂടുതൽ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആവശ്യമായ കേപ്പബിലിറ്റികളുടെ ഒരു ലിസ്റ്റും ഇന്ത്യൻ എയർഫോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ആന്റി സ്റ്റെൽത്ത് റഡാറുകൾ, ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, ലോങ് റേഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ തുടങ്ങിയവയായിരിക്കാം ഈ ലിസ്റ്റിലുള്ളവ. ഇതിനെക്കുറിച്ചും അദ്ദേഹം ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. അനാവശ്യമായ തർക്കങ്ങളും അഭ്യൂഹങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാഞ്ഞത്. സുഖോയ് 57-മായി ബന്ധപ്പെട്ട് റഷ്യൻ ഒഫീഷ്യലുകൾ തന്നെ പലപ്പോഴായി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് 100% ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി നൽകുവാൻ റഷ്യ തയ്യാറാണ്. F-35 ഇന്ത്യക്ക് വിൽക്കുവാൻ അമേരിക്കയ്ക്കും താൽപ്പര്യക്കുറവുണ്ടാകുവാൻ ഇടയില്ല. സൗദി അറേബ്യയ്ക്ക് F-35 വിൽക്കുവാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ്. F-35ന്റെ ഡൗൺഗ്രേഡഡ് വേർഷനാണ് സൗദി അറേബ്യയ്ക്ക് നൽകുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്കും ഇത്തരത്തിൽ ഡൗൺഗ്രേഡ് ചെയ്ത F-35 ആയിരിക്കും നൽകുന്നത്. ഇന്ത്യ F-35 വാങ്ങുകയാണെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകരുത് എന്ന് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഡൗൺഗ്രേഡ് ചെയ്ത F-35 സുഖോയ് 57-നോടൊപ്പം കേപ്പബിലിറ്റി ഉണ്ടാകുമോ എന്നതും ഒരു ഘടകമാകും. ഡൗൺഗ്രേഡ് എന്നതുകൊണ്ട് മോശം എയർക്രാഫ്റ്റ് എന്ന് കരുതേണ്ടതില്ല. അമേരിക്ക അവരുടെ മിലിറ്ററി ഉപയോഗിക്കുന്നതിനേക്കാൾ കേപ്പബിലിറ്റി കുറഞ്ഞവയാണ് മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നത്. ഇസ്രായേൽ മാത്രമാണ് ഒറിജിനൽ കേപ്പബിലിറ്റിയുള്ള F-35 ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യം. സുഖോയ് 57, F-35 എന്നിവയിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഏത് തിരഞ്ഞെടുക്കുമെന്നത് ഇരു രാജ്യങ്ങളും നൽകുന്ന ഓഫറുകൾ അനുസരിച്ചായിരിക്കും. ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡായി മാറിയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളെപ്പോലെ ചെറിയ വെല്ലുവിളികളല്ല ഇന്ത്യ നേരിടുന്നത്. ചൈന ഇതിനോടകം തന്നെ 300-ലധികം J-20 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ തങ്ങളുടെ എയർഫോഴ്സിലേക്ക് ഇൻജക്ട് ചെയ്തു കഴിഞ്ഞു. 6th ജനറേഷൻ എയർക്രാഫ്റ്റുകളും സ്റ്റെൽത്ത് ബോംബറുകളും പലതരത്തിലുള്ള സ്റ്റെൽത്ത് UAVകളും ചൈന നിർമ്മിക്കുകയാണ്. ഇവയിൽ പലതും ഇതിനോടകം തന്നെ ചൈനീസ് എയർഫോഴ്സിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇന്ത്യൻ എയർഫോഴ്സിന് ചൈനീസ് എയർഫോഴ്സിന്റെ 4/1 കേപ്പബിലിറ്റി പോലും ഇല്ല എന്നതാണ് സത്യം. കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്നതിന് മുൻപ് ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ഗവൺമെന്റും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. കൂടുതൽ റാഫേൽ എയർക്രാഫ്റ്റുകളോടൊപ്പം സുഖോയ് 57-ഓ F-35-ഓ പോലെയുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളും
AMCA വരുന്നതുവരെ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് മെഷർ എന്ന നിലയിൽ ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങിയേക്കും. കൂടുതൽ S-400 എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും പ്രോജക്റ്റ് കുശയും എത്തുന്നതോടുകൂടി എയർ ഡിഫൻസ് സിസ്റ്റവും വളരെ ശക്തമാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തേജസ് MK2വിനെ കുറിച്ചുള്ളതാണ്. തേജസ് MK2വിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മാണം വലിയ രീതിയിൽ പുരോഗമിച്ചിരിക്കുകയാണ്. തേജസ് MK2വിന്റെ പ്രോട്ടോടൈപ്പ് ഗ്രൗണ്ട് ടെസ്റ്റ് ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. തേജസ് MK2വിന്റെ സ്ട്രക്ചറൽ കപ്ലിംഗ്, സിസ്റ്റം ഇന്റഗ്രേഷൻ എന്നിവയ്ക്ക് മുൻപുള്ള അവസാനഘട്ട ഗ്രൗണ്ട് ടെസ്റ്റിംഗുകളാണ് നടക്കുന്നത്. അതായത് തേജസ് മാർക്ക് 2വിന്റെ കമ്പോണന്റുകളും സബ് സിസ്റ്റങ്ങളും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടെസ്റ്റിംഗ് പൂർത്തിയാക്കി അവ ഓരോന്നായി ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രോട്ടോടൈപ്പ് എയർക്രാഫ്റ്റ് ആക്കി മാറ്റും. ജൂൺ 2026 കൂടി ആദ്യത്തെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 അവസാനത്തോടുകൂടി തേജസ് MK2വിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ടെസ്റ്റ് അഥവാ പരീക്ഷണ പറക്കൽ ഉണ്ടാകും. ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച് തേജസ് MK2 വളരെ നിർണായകമാണ്. കുറഞ്ഞുവരുന്ന എയർക്രാഫ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ തേജസ് MK2വിനെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. മാത്രവുമല്ല AMCAയിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ് തേജസ് MK2. AMCAയുടെ പല ടെക്നോളജികളും തേജസ് MK2വിൽ ഉണ്ടാകും. തേജസ് MK2വിൽ ഉപയോഗിക്കുന്ന ഈ ടെക്നോളജികളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും AMCAയിൽ ഉണ്ടാകുക. തേജസ് MK2 ഏറെക്കുറെ റാഫേലിനോടൊപ്പം നിൽക്കുന്ന കേപ്പബിലിറ്റിയുള്ള എയർക്രാഫ്റ്റ് ആണ്. ഇപ്പോൾ തന്നെ തേജസ് MK2 ഡിലേ ആയിട്ടുണ്ട്. കൂടുതൽ ഡിലേ ആകാതെ തേജസ് MK2 പുറത്തിറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുമായി പങ്കുവച്ച വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.